ഫ്രാൻസിസ് അസീസിയുടെ ഒരു വർഷം പ്രഖ്യാപിക്കുകയും 800-ാം ചരമവാർഷികത്തിൻ്റെ അവസരത്തിൽ ഫ്രാൻസിസ്കൻ സന്യാസ അംഗങ്ങൾക്ക്, അൽമായ സമൂഹത്തിൽപ്പെട്ടവർക്ക്, ഫ്രാൻസിസ്കൻ ദേവാലയങ്ങൾക്ക്, അങ്ങനെ അതിരൂപതയിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങൾക്കൊക്കെ പ്രത്യേകം ദണ്ഡവിമോചനം ലഭിക്കാനുള്ള സാധ്യത നൽകുകയും ചെയ്തു. അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആരംഭിച്ച 2020 ക്രിസ്തു ജയന്തി 2025 ജൂബിലി, പ്രത്യാശയുടെ തീർത്ഥാടകരുടെ ജൂബിലിയുടെ തുടർച്ചയായി സമാധാന ദൂതൻ്റെ 2ാം ക്രിസ്തുവായ ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ ഇപ്പോൾ ദണ്ഡവിമോചനം ലഭിക്കാനുള്ള ഒരു അവസരമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ അതിരൂപതയിൽ നേരത്തെ ജോസ് ബ്രദർ സൂചിപ്പിച്ചതുപോലെ വിവിധ ദേവാലയങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. അതിൽ നമ്മുടെ രൂപതയിൽ ആരാധനാലയമായി ഏറ്റവും നേരത്തെ തന്നെ തുടങ്ങിയത് MMP ഹൗസിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയുള്ള ഈ ആരാധനാലയത്തിൽ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിലെ സഹോദരന്മാരുടെ ഈ ഭവനത്തിലെ ഈ ആരാധനാലയത്തെ തന്നെ ഇതിനെ ദണ്ഡവിമോചനത്തിൻ്റെ ഒരു കേന്ദ്രമായി ദേവാലയമായി പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ദണ്ഡവിമോചന പ്രാർത്ഥനയോടെ ജൂബിലി കവാടം തുറന്ന് ഇന്ന് ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ, ലിയോ മാർപ്പാപ്പ പ്രത്യേകിച്ച് ലോകത്തിലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. 2026 സമുദായ ശാക്തീകരണ വർഷമായി സീറോ മലബാർ സഭ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പലതരത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സീറോ മലബാർ സമുദായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി, കേരള സഭയ്ക്ക് വേണ്ടി, നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവവിളികൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഫ്രാൻസിസ്കൻ ബ്രദേഴ്സിന്, ഫ്രാൻസിസ്കൻ വൈദികർക്ക്, ഫ്രാൻസിസ് സിസ്റ്റേഴ്സിൻ്റെ അടക്കം ദൈവവിളി ബ്രദേഴ്സിൻ്റെ അടക്കം വളരാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് വനിതാ ദിനമാണ്. വനിതാ ശാക്തീകരണത്തിന് വേണ്ടി വനിതാ ദിനത്തിൽ നമുക്ക് അപേക്ഷിക്കാം. അതോടൊപ്പം തന്നെ മദ്യമെന്ന മഹാവിപത്ത് ഇപ്പോൾ കേരളത്തെ നടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യവിരുദ്ധ ഞായറായി ആചരിക്കുന്ന ഇന്ന് ഈ വലിയ ശാപത്തിൽ മുക്തി നേടാൻ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. നമ്മളിപ്പോൾ ദണ്ഡവിമോചന പ്രാർത്ഥന ഫ്രാൻസിസ് ലിയോ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചെന്നായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. പിന്നെ ദണ്ഡവിമോചനത്തിന് വേണ്ടി വിശുദ്ധ ഫ്രാൻസിസിനായി പ്രത്യേകിച്ച് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങൾ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥതയിൽ വിശ്വാസ പ്രമാണവും ഒപ്പം തന്നെ സ്വർഗസ്ഥനായ പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം സ്വർഗസ്ഥനായ പിതാവ് നന്മ നിറഞ്ഞവരുടെ ക്രീസ്തുസ്തി ചൊല്ലി പ്രാർത്ഥിക്കുകയുമാണ് ഇതിനായി പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ദണ്ഡവിമോചന പ്രാർത്ഥന നമുക്ക് ഇപ്പോൾ ആരംഭിക്കാം. അതിനായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥത തേടാം. നമുക്ക് ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് ദണ്ഡവിമോചനമുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് മര്യാദം ഇടവക്കാർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധൻ 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 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യരെ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗപ്രാപ്തിയുടെ 800-ാം ജൂബിലി വർഷം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ തീർത്ഥാടകരായ ഞങ്ങളെ സ്വർഗീയ നിക്ഷേപങ്ങളുടെ സൂക്ഷിപ്പുകാരാകുവാനും
രക്ഷകന്റെ സന്തോഷവും സമാധാനവും ലോകം മുഴുവൻ പ്രഘോഷിക്കുന്നതിനും ഇടയാക്കണമേ. ജൂബിലി കവാടത്തിലൂടെ പ്രവേശിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ സമാധാനത്തിലും വിശുദ്ധിയിലും സന്തോഷത്തോടെ ജീവിക്കുവാനും ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി പുതിയ വ്യക്തികളാകുവാനും പ്രത്യാശയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ നോക്കി കാണുവാനും അതുവഴി സ്വർഗീയ മഹത്വം പ്രാപിക്കുവാനും ശക്തി നൽകണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ഞങ്ങൾക്കും അങ്ങയുടെ സുവിശേഷം ആത്മാർത്ഥമായി ജീവിക്കുവാനും മറ്റുള്ളവരെ അറിയിക്കുവാനും വേണ്ട കൃപാവരം നൽകണമേ. സാരത്തിന്റെയും നാഥ എന്നേക്കും. ക്രിസ്തുവിനോടുള്ള അഗാധമായ ഐക്യം വഴി സ്വശരീരത്തിൽ പഞ്ചക്ഷതകൾ ധരിക്കുവാൻ ഭാഗ്യം ലഭിച്ചു. വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃകയെ അനുസരിച്ച് എല്ലായിടത്തും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന അനുഗ്രഹം എല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അനന്തകാരുണ്യവാനായ ദൈവമേ, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ഈ വർഷം ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും ഈശോ സഹിച്ചതുപോലെ സഹിക്കുവാനും വിശുദ്ധ ഫ്രാൻസിസ് സ്വീകരിച്ച ലാളിത്യത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മാർഗം ഞങ്ങൾക്ക് മാതൃകയാവട്ടെ. കലുഷിതമായ ഇടങ്ങളിലെല്ലാം സമാധാനം സ്ഥാപിച്ച ആ ശാന്തിദൂതന്റെ മധ്യസ്ഥതയിൽ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവകയിലും തിരുസഭയിലും ലോകം മുഴുവനിലും സമാധാനവും ഐക്യവും നിലനിർത്തണമേ. സർവ്വസൃഷ്ടിജാലങ്ങളെയും സ്വന്തം സഹോദരങ്ങളായി കണ്ട വിശുദ്ധ ഫ്രാൻസിസിനോട് ചേർന്ന് അനുദിനം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭൂമിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയുടെ കാവൽക്കാരാകാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. മരണത്തെ പോലും സഹോദരിയായി കണ്ട അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വർഗപ്രവേശനത്തിന്റെ 800-ാം വർഷത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരിക്കുന്ന പൂർണ്ണതയുടെ വിമോചനം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അനുതാപത്തോടെ പാപങ്ങളേറ്റു പറയാനും മാനസാന്തരപ്പെടുവാനും വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ക്രിസ്തുവിന് അനുരൂപരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരിയാപുരത്തിന്റെ മധ്യസ്ഥയായ മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർണ്ണതയുടെ വിമോചന പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ ദണ്ഡവിമോചനം ലഭിക്കണമെന്നുള്ള പ്രത്യേക നിയോഗം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ മധ്യസ്ഥത തേടുക. ഒരു നിമിഷ സമയം നിശബ്ദതയിൽ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുക. പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള നിശബ്ദ പ്രാർത്ഥന മനസ്സിൽ ഇപ്പോൾ ഉരുവിടുക. നമുക്കൊരു നിമിഷം ശ്രദ്ധയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പറയുമ്പോൾ വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം. സർവശക്തനായ പിതാവും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കിപ്പോൾ വിശുദ്ധ തിരുശേഷിപ്പോഴുള്ള ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധരിൽ വസിക്കുകയും വിശുദ്ധയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഈ രൂപം ആശീർവദിച്ച് വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഈ രൂപത്തിന് മുമ്പാകെ ഒന്നിച്ചുകൂടുന്ന ഞങ്ങൾക്ക് വിശുദ്ധ അസീസിയുടെ മധ്യസ്ഥ വഴി ദൈവകൃപയും സമാധാനം ലഭിക്കുമാറാകട്ടെ. ശാന്തിദൂതനായ ഫ്രാൻസിസ് അസീസിയുടെ സമാധാനം ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ ഇടവയിലും സഭയിലും സമൂഹത്തിലും ഇടവരുത്തിയല്ലേ. ഈ ഫ്രാൻസിസ് വർഷത്തിൽ ഫ്രാൻസിസ് അസീസിയെ വണങ്ങുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ദൈവകൃപ സമൃദ്ധമായി ലഭിക്കുവാൻ ഇടവരുത്തിയല്ലേ. ഈ രൂപം ആശീർവദിച്ച് വിശദീകരിക്കേണ്ടേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.